യഥാർത്ഥത്തിൽ ഫിഫ വേൾഡ് കപ്പിൽ ഏറ്റവും വലിയ അത്ഭുതം സൃഷ്ടിച്ച ആരാണെന്ന് ചോദിച്ചാൽ കേപ്പ് വെറുതെ ആണെന്ന് ഞാൻ പറയും. കാര്യം 5 ലക്ഷം ജനങ്ങൾ മാത്രം അധിവസിക്കുന്ന ഒരു മണ്ണ് ലോകകപ്പിൽ അത്ഭുതം എഴുതി. വമ്പന്മാരെ എല്ലാം മുട്ടുകുത്തിച്ച് വെറും 5 ലക്ഷത്തിന് ജനസംഖ്യക്കാർ ഒരു കുഞ്ഞൻ ദ്വീപസമൂഹം ലോകകപ്പിൻ്റെ നോക്കൗട്ട് ഘട്ടത്തിലേക്ക് മുന്നേറി. അതും അവരുടെ കന്നി ലോകകപ്പിൽ. ഇത്തിരി കടുക്കും കേട്ടോ. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മടിത്തട്ടിൽ ഒരു പൊട്ടുപോലെ 10 ദ്വീപുകളുടെ കൂട്ടം. കേപ്പ് വെറുതെ. 5.5 ലക്ഷം മാത്രം ജനസംഖ്യ. അവരിന്ന് ലോക ഫുട്ബോളിന്റെ നെറുകയിൽ. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവരുടെ പോരാട്ട വീര്യം എത്രത്തോളം ഭീകരമാണെന്ന് ഒരിക്കൽ കൂടി ഫുട്ബോൾ ലോകം കണ്ടു. വലിയ സ്റ്റേഡിയങ്ങൾ ഉണ്ടായിരുന്നില്ല, സൂപ്പർ താരങ്ങളുമില്ല. ഒത്തൊരുമയുടെയും മനക്കരുത്തിൻ്റെയും ബലത്തിലാണ് വരവ്. ദാരിദ്ര്യത്തെയും പ്രതിസന്ധികളെയും കാലിൽ പന്ത് കിട്ടുമ്പോൾ അവർ മറക്കും. ആ പോരാട്ട വീര്യത്തിൽ എതിരാളികൾ ഓരോന്നായി മുട്ടുമടക്കി. മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിനും യുറുഗ്വായും ഉൾപ്പെട്ട ഗ്രൂപ്പ് എച്ച്. ആ ഗ്രൂപ്പിൽ നിന്ന് കേപ്പ് വെറുതെ അടുത്ത റൗണ്ടിലേക്ക് മുന്നേറുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ദാവീദും ഗോലിയത്തും കളിയിൽ കേപ്പ് വെറുതെ തന്നെ ജയിച്ചു. 3 സമനിലകൾ. ജയത്തിൻ്റെ വിലയുള്ള 3 സമനിലകളുടെ ബലത്തിലവർ മുന്നേറി. ആദ്യ മത്സരം സ്പെയിനെതിരെ. പ്രതിരോധ ഫുട്ബോളിൻ്റെ മനോഹാരിത കണ്ട മത്സരം. ഒസീഞ്ഞ് എന്ന കാവൽ മാലാഖയുടെ ചിറകിലേറി സ്പെയിനെ പിടിച്ചുകെട്ടി. 2ാം മത്സരത്തിൽ യുറുഗ്വേ പിന്നിൽ നിന്ന ശേഷം തിരിച്ചടിച്ചു നേടിയ സമനില. ഒടുവിൽ സൗദിയെയും പിടിച്ചുകെട്ടി ചരിത്ര നേട്ടവും. ഒരു മത്സരം പോലും തോൽക്കാതെ നോക്കൌട്ട് എൻട്രി. ഒരു ജനതയുടെ ആകെ സ്വപ്നം സാക്ഷാത്കരിച്ച പെഡ്രോ ബ്രിട്ടോ എന്ന പരിശീലകൻ. നോക്കൌട്ടിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയാണ് കേപ്പ് വെറുതെയുടെ എതിരാളികൾ. ഈ വരവ് വെറുതെയാകില്ല. കരുതിയിരിക്കണം മെസ്സിപ്പട. ഫലമേതായാലും ദ്വീപ് നിവാസികൾക്ക് തലയുയർത്തിൽ തന്നെ നിൽക്കാം. ലോക ഫുട്ബോൾ വേദിയിൽ അവർ തങ്ങളുടെ കൊടി നാട്ടിക്കഴിഞ്ഞു. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.